മുസ്ലിം ലീഗിലെ നിരവധി ആളുകളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി KS ഹംസ. വ്യക്തിബന്ധമുള്ളതുകൊണ്ട് ടി മുഹമ്മദ് ബഷീർ MP മത്സരിക്കുന്നില്ലെന്ന് ഉറപ്പായതോടെയാണ് താൻ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത്. ഇനി ആര് വന്നാലും മുന്നോട്ട് പോകുമെന്നും KS ഹംസ 24-നോട്. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ 24-നൊപ്പം ചേരുകയാണ്. താങ്കൾ മുൻ ലീഗ് നേതാവായിരുന്നു. ഇപ്പോൾ ലീഗിൻ്റെ തുടർച്ചയായി ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ ആണ് താങ്കൾ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. എന്താണ് ധൈര്യം? ജനാധിപത്യ വിശ്വാസികളിലുള്ള ധൈര്യം തന്നെയാണ്. ഒരു പക്വതയുള്ള ഒരു തീരുമാനമെടുക്കും. മാറിയ രാഷ്ട്രീയ സാഹചര്യം അവരോട് ആവശ്യപ്പെടുന്ന ഒരു തീരുമാനമുണ്ട്. അത് പ്രബുദ്ധതയുടെ തീരുമാനമാണ്. ഇടതുപക്ഷ മതേതര ശക്തികൾ മുന്നോട്ട് വെക്കുന്നൊരു പ്രമേയമുണ്ട്. ആ പ്രമേയമാണ് ഇന്ത്യ ഇനി നിലനിൽക്കണോ എന്ന് തീരുമാനിക്കാനുള്ള പ്രമേയമാണ്. അതുകൊണ്ട് ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കലാണ് ആ പ്രമേയം. അതിവിടെ വിജയിക്കുക തന്നെ ചെയ്യും. താങ്ക് യു. ലീഗ് തുടർച്ചയായിട്ട് ഈ സമസ്തയുടെ പിന്തുണയോടുകൂടി ജയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ അത്തരം ഒരു പിന്തുണ താങ്കൾക്കുണ്ടോ? എങ്ങനെയാണ്? ലീഗിൻ്റെ തന്നെ ധാരാളം ആളുകളുടെ പിന്തുണയുണ്ട്. ലീഗുകാരുടെ തന്നെ ഇഷ്ടംപോലെ ആളുകളുടെ പിന്തുണയുണ്ട്. ഓക്കെ, വന്നിരുന്നു. അതിന് കുറച്ച് യാഥാർത്ഥ്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ തമ്മിലൊരു വ്യക്തിബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹം ഒരു പഴയ മുതിർന്ന നേതാവല്ലയോ, അതിന് റെസ്പെക്റ്റ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതില്ലെന്ന് ബോധ്യം വന്നപ്പോഴാണ് മത്സരത്തിന് തീരുമാനിച്ച്. ഇനിയിപ്പോൾ എന്തായാലും ഉറച്ചു. ഓക്കെ, താങ്ക് യു. ഏതായാലും ഈ KS ഹംസ വിജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. അങ്ങനെ തന്നെയാണ് പ്രചാരണവും പോകുന്നത്. ജനാർദ്ദൻ നായരുടെ YouTube കമൻറ്റ്: പുട്ടിന് 8ൻ്റെ പണി കിട്ടും. കുറേ നാളായി പുട്ടിൻ അഹങ്കരിക്കുകയാണെന്ന് BBC അതിൻ്റെ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. ലണ്ടൻ ന്യൂസിൽ പുട്ടിൻ്റെ അഹങ്കാരം തീരാൻ പോകുന്നുവെന്നാണ് BBC പറഞ്ഞതെന്ന് ജനാർദ്ദൻ നായരുടെ പക്ഷം.